ഹലോ ഗൈസ്, രാവിലെ എണ്ണിച്ച് വന്നതേ ഉള്ളൂ. എണ്ണിച്ച് വന്നപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് അറിയണ്ടേ? ഇന്നെൻ്റെ സ്പെഷ്യൽ ഡേ ആ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്നെൻ്റെ ബർത്ത്ഡേ ആ. ഒത്തിരി പേര് രാവിലെ വിഷ് ചെയ്തു. സമ്പത്ത് എന്നെ രാവിലെ ഉറക്കത്തിന് വിളിച്ചു. അതിന് മുന്നേ എൻ്റെ സയ്യേട്ടൻ 12 മണിക്ക് എന്നെ വിഷ് ചെയ്തു. കൂടെ ഉണ്ടല്ലോ, എപ്പോഴും എന്നെ ആദ്യം വിഷ് ചെയ്യുന്ന ആള് സയ്യേട്ടനാ. അപ്പം രാവിലത്തെ എൻ്റെ പരിപാടി എന്തെന്ന് കാണണ്ടേ? കമോൺ. നമ്മുടെ ഇടിയപ്പം കുറെ പാടുപെടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇടിയപ്പം നമുക്ക് ഞെക്കിയാലോ. ഇത് നിയർലി എന്തായി, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഈ ഇടിയപ്പം. ഭയങ്കര പാടാണ്. ഞാൻ അടുത്ത സെറ്റ് ഉണ്ടാക്കണം. ഒരു തട്ട് എങ്ങനെയോ ഒപ്പിച്ചു. ഇനി അടുത്ത സെറ്റ് ഒന്ന് കറക്കി വരട്ടെ. അത് ഒരു തട്ടുകൂടെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരാൾ ചിലപ്പോൾ എണ്ണിച്ച് വരുമായിരിക്കും. നോക്കട്ടെ. വെയിറ്റിംഗ് ഫോർ ദ എന്താണ് പാവാകട്ടോ. എല്ലാവരും പറയുന്നത് ഞാനാ മൂപ്പെന്നാ പറയുന്നത്. എന്തിന്? എൻ്റെ അമ്മ പോലും പറയും പാവം സജി, അവള് കഷ്ടപ്പെടുത്തുമോ ഇങ്ങനെ പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത സെറ്റ് ഉണ്ടാക്കിയാലോ. കാണുന്നില്ലല്ലോ ആളല്ലേ, പതുക്കെ ഉണ്ടാക്കല്ലേ. ഇടിയപ്പൊക്കെ ഇതുണ്ടായിട്ട് ഞാൻ കഷ്ടപ്പെടുന്നു. ഇപ്പം പണ്ടത്തെ ആ ഞെക്കുന്ന ടൈപ്പ് ആണെങ്കിൽ എന്തൊരു പാടായിരിക്കും അല്ലേ. അന്നൊക്കെ ഇടിയപ്പം ഒന്നും ഡെയിലി വേണമെന്ന് പറയാനേ കാര്യമായി. പറഞ്ഞായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. Happy birthday to you. Happy birthday പറ. Happy birthday. ആരെ താങ്കു. കേക്കോ? കേക്കോ കേക്കോ. ഹായ് ഹായ് പറ. രാവിലെ ബർത്ത്ഡേ ആയിട്ട് ഇതൊക്കെയാണ് പണി ഇല്ലേട്ടാ. പേളി കുഞ്ഞിന് ഇടിയപ്പം ഉണ്ടാക്കണോടി. എന്നാ കറക്ക്. നിക്ക് അവിടെ നിക്ക്. ഇനി ഞാൻ കറക്ക്. അയ്യോ എന്ത് ദൈവമേ. കറക്ക്. നടക്കട്ടെ. എന്ത് പാടി. പോരട്ടെ പോരട്ടെ. അതോട്ടൊക്കെ വരുന്നുണ്ട്. കുറച്ചുകൂടെ വരുന്നുണ്ട്. കുറച്ചുകൂടെ പോരട്ടെ. കുറച്ചുകൂടെ. മതി 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 മതി. സ്റ്റോപ്പ്. ഞാൻ അടുത്ത അമ്മ അങ്ങ് കേക്കാം. സമയായി. ഞാൻ കഴിക്കണ്ടേ? വിശക്കുന്നുണ്ടോ? അത് പച്ചമാവ് എടുത്ത് തിന്നല്ലേ. പൊട്ടിപ്പോവരുത്, വലി വീർപ്പിച്ചത് കണ്ടല്ലേ. അമ്മ ഇനി ഒരുങ്ങാൻ പോകും ബർത്ത്ഡേക്ക്. Happy birthday to you. Happy birthday to you. Happy birthday to you, Amma. Happy birthday to you. ഇവിടെ ബർത്ത്ഡേക്ക് ഒരാള് കഴിക്കുന്നേ അടപ്രഥമൻ. ബർത്ത്ഡേ പാർട്ടിക്ക് ഒരുങ്ങണ്ടേ? ആദ്യം നമുക്ക് കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീം ഇടാം. എന്തോ വിറ്റമിൻ സിന്നോ വിത്ത് ഹൈലറോണിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്രീമാണേ. ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോവാം.
അടുത്ത് നമുക്ക് കോമ്പാക്റ്റ് പൗഡർ ഇടാം. കാഷ്യൂവിൻ്റെ ആണ്. അത് ഓരോ കളർ സ്കിൻ ടോണിൻ്റെ അനുസരിച്ചിരിക്കും. എൻ്റെ കാഷ്യൂവിൻ്റെ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതനുസരിച്ച് ഇടണം. ജസ്റ്റ് ഇടുമ്പോൾ തന്നെ കുറച്ച് പാടൊക്കെ അറിയത്തില്ല ഇല്ലയോ? അറിയുന്നുണ്ടോ ചേട്ടാ? പാടറിയുന്നുണ്ടോ? ഇന്നൊന്നും മിണ്ടാത്ത. ഇനി നമുക്ക് കണ്ണ് ഐ മേക്കപ്പ് നോക്കിയേ. ഞാനാണെങ്കിൽ ലാക്മിയുടെ ആണ്. പക്ഷേ ഇതിന് മുന്നേ ആണെങ്കിൽ അല്ല, ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടുത്തെ ഞാനൊരു ഐലൈനർ വാങ്ങിച്ചു, ഫാസ്റ്റ് സ്ട്രോക്ക്. ഇത് കൊള്ളത്ത് പോലും ഇല്ല. ഇവിടുത്തെ ഒരു ഐലൈനറാണ്. നോക്കിയാൽ ലിക്വിഡ് ഉണ്ടെന്ന് പോലും, പുതിയ സംഭവമാണിത്. നമുക്ക് ലിക്വിഡ് ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല ഇതിൻ്റെ അകത്ത്. അതും ഭയങ്കര, അത് ബ്രഷ് അല്ല, ശരിക്കും ഒരു സ്റ്റിക്ക് പോലെ ഇരിക്കുന്നത്. അപ്പം ഞാൻ കണ്ണെഴുതാൻ പോവുകയാണ്. അപ്പം ഞാൻ സിമ്പിൾ മേക്കപ്പ് ആണിത്. അപ്പം വലിയ മേക്കപ്പ് ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല. കണ്ണ് എഴുതാം. ഓക്കെയോ? കണ്ണിക്കൊണ്ടോട് നോക്കിയേ. ഇനി അടുത്തേക്കാണ്. ഇനി നമുക്ക് അടുത്ത ഐബ്രോസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ ത്രെഡ് ചെയ്തില്ല. നാട്ടിൽ പോവുക ഞങ്ങൾ. നാട്ടിൽ പോകുന്നതിന് മുമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി. അത്ര മതി. ഞാൻ ഫ്രണ്ട് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അടുത്ത നമുക്ക് ലിപ്പ്. നമ്മുടെ ഐബ്രോ പെൻസിൽ കണ്ടൊന്നും പേടിക്കരുത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐബ്രോ പെൻസിലാണ്. ഇവിടുന്ന് വാങ്ങിച്ചാണേ. എനിക്ക് അബദ്ധം പറ്റി. ഇത് ശരി, ഇത് ലിപ് ലൈനർ ആണല്ലോ. ഈ സെയിം മോഡൽ ഒരു ഐബ്രോ പെൻസിൽ ഉണ്ടായിരുന്നു. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് ബ്രൗൺ ആണ്. ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം ബ്രൗൺ ആണല്ലോ. അപ്പം ഞാൻ ഇനി ഒരു ബ്ലാക്ക് നാട്ടിൽ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. പുതിയൊരു ലിപ്സ്റ്റിക്ക് സെറ്റ് വാങ്ങിച്ചാണ്. നമ്മുടെ ആമസോണിൽ വാങ്ങിച്ചാണ്. ഇത് 10 പൗണ്ട് എങ്ങാണ്ടേ ഉള്ളായിരുന്നു അല്ലേ? 10 പൗണ്ടേ ഉള്ളായിരുന്നു. ഇതിൽ എത്ര കളർ ഉണ്ടെന്ന് പറഞ്ഞാൽ നോക്കട്ടെ. കുറേ ഷെയ്ഡുണ്ട് കേട്ടോ. പല ഷെയ്ഡുണ്ട്. 1 2 3 4 5 6 7 8. ഇതിലൊന്ന് വന്ന് മറ്റേ പ്ലമ്മറാണെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് പ്ലമ്മറായിട്ടൊന്നും തോന്നിയിട്ടില്ല. അവർ വെറുതെ 7+1 മെയ്റ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് അങ്ങനെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിലൊന്ന് ട്രൈ ചെയ്യാം. ഞാനിപ്പം ട്രൈ ചെയ്യാൻ വന്നത് ഇതാണ് പ്ലമ്മർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് വന്ന് എനിക്ക് അങ്ങനെ ലിപ്സ് അങ്ങനെ വലുതാവോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ജസ്റ്റ് നമ്മുടെ ലിപ് ബാം പോലെ തോന്നിയിട്ടുള്ളൂ ഇത് യൂസ് ചെയ്യുമ്പം. പിന്നെ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ലൈറ്റ് കളറാണ് ഇഷ്ടം. പക്ഷേ ഇത് ഇച്ചിരി ഡാർക്കാണ്. ബർത്ത്ഡേ ഒക്കെയല്ലേ, ഇരിക്കട്ടെ. ഇച്ചിരി കൂടി തരുന്നോട്ടല്ലേ, നല്ല കളറിലിരിക്കട്ടെ. അന്നേരം നമുക്ക് ഇത് പ്ലമ്മർ അപ്ലൈ ചെയ്യാം. അപ്പം അടുത്ത് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. കളറിടാം. ഇത്രയുള്ളൂ. വേണമെങ്കിൽ നമുക്കൊരു ലൈനറും കൂടെ വരയ്ക്കാം. പക്ഷെ ഇതിപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. എന്തോ എടുക്കുന്നേടെ. ഇതെവിടെ വാങ്ങിച്ചേ? അമ്മ തന്നെയാണ് കട്ടി. അമ്മയ്ക്കാണ് അമ്മന്റെ അടുത്ത് വായ
ഇവിടെ തുടങ്ങിട്ടാ എന്നാടാ Thank you, both of you. എല്ലാവരും ഇപ്പൊ ഇനി എന്നെ ആരെടുക്കും നീ കൊക്കായിട്ട്